നോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ കുത്തെ എന്താണ് ചെയ്തു? നിങ്ങൾ ആരാണ്? എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യം? മൈ നെയിം ഇസ് നിരഞ്ജൻ ദ ബോസ് ഓഫ് ദ മാഫിയ. നിനക്ക് എന്നൊക്കെ അറിയാം, എനിക്കറിയാം. നിന്റെ ഫാമിലിയെ കൊന്നത് ഞാൻ തന്നെയാ. നിന്റെ ഫാമിലിനെ കായിട്ട് തൂക്കിയിട്ടിട്ട് അവരുടെ കാല് ഇരുമ്പും വടി കൊണ്ട് ഞാൻ ഒറ്റ അടി അടിച്ചിട്ടുണ്ട്. ആ കാലം കൊണ്ട് ചതച്ച് കളഞ്ഞ് ചത്തുപോയിന്നവര്. ഗായ്സ്, കിൽ ഹിം. എന്തൂറ്റെൻ്റെ കൈമുകൊണ്ട് ഇതൊരു ബുക്കല്ലേ? നല്ല ബുക്കാണല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിരഞ്ജൻ, ഇത് നിനക്കുള്ളതാണ്. ഈ നിരഞ്ജനേട്ടൻ നിനക്ക് എഴുതി തന്നത് കൃതികയ്ക്ക്. ഇത് എനിക്കുള്ളതാണോ? വായിക്കണം, ഇത് വായിച്ചേ പറ്റുള്ളൂ. ഇത് എൻ്റെ പ്രിയപ്പെട്ട കൂക്കിക്കുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് 2022 ഫെബ്രുവരി 16 എൻ്റെയും ജെനീൻ്റെ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായ ദിവസം. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. നീ പോയി വായിക്കുന്ന ദിവസം. എനിക്കത് ഉറപ്പാണ്. അതെങ്ങനെ അറിഞ്ഞത് ഞാൻ പറയില്ല. ഈ ബുക്ക് എങ്ങനെ ഇവിടെ വന്നെന്നും ഞാൻ പറയില്ല. പിന്നെ നീ ആ കണ്ട ഇൻസ്റ്റത്തെ ഫോട്ടോ ഇല്ലേ, അത് റിയലാണ്. റിയൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ജെനി റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും കൂടി നശിപ്പിച്ചതാണ് എൻ്റെ പ്രണയത്തിന്. അവളെൻ്റെ എല്ലാതുമായിരുന്നു. പിന്നെ അമ്മ എന്നെ കുറേ ചീത്ത പറഞ്ഞു, തല്ലി, വേദനിച്ച് ഞാനൊരു റൂമിൽ കിടന്ന്. അടുത്ത ദിവസമായപ്പോൾ ഞാൻ അന്നറിയണേ എൻ്റെ ശരിക്കുള്ള പ്രണയം നിന്നോടാണ്. അന്ന് ഞാൻ ജെനിയോട് പറഞ്ഞു നമ്മുടെ ബന്ധം ഇല്ലാണ്ടാവാന്ന്. അന്ന് രാത്രിയാണ് ഞാൻ ഈ ബുക്ക് എഴുതിക്കണത്. ഈ ബുക്ക് എല്ലാതും എഴുതി നിന്റെ വീട്ടിൽ വെച്ച് തുടക്കം അന്ന് തന്നെയാ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അല്ല, അപ്പം നിരഞ്ജനേട്ടൻ പറഞ്ഞു വന്നത് ജെനിയും നിരഞ്ജനേട്ടൻ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. അപ്പോൾ ജെനി പറഞ്ഞത് സത്യമാണല്ലോ. ഇനി ജെനി എന്നോട് സത്യങ്ങളൊക്കെ പറയോ? ഇല്ല, അവളൊരിക്കലും പറയില്ല. എന്നോട് അവളൊരിക്കലും പറയില്ല എന്ന് പറഞ്ഞേ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ലക്ഷ്മി ചേച്ചിനെ ആരാ കൊന്നേ, എൻ്റെ ഗൗരി ചേച്ചിനെ ആരാ കൊന്നേന്നൊക്കെയാണ്. ഇതിനൊക്കെ ഉള്ളൊരു തെളിവ് ഗംഗ തരും. അതാ നല്ലത്. അവളെ വിളിക്കാം. ഹലോ ഗംഗ, നിനക്ക് കിട്ടിയോ വല്ല ഇൻഫർമേഷൻ? എൻ്റെ ചേച്ചിനെ കൊന്നത് ആരാന്ന്, പിന്നെ ആ ഗൗരി ചേച്ചിനെ കൊന്നത് ആരാന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ? ആ ഗോഗി, എനിക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിനും ഗൗരീനെ കൊന്നത് ആ ജെനിയാന്ന് പറയണേ. പക്ഷേ എനിക്കൊന്നും അറിയില്ല, എന്തിനാ കൊന്നേന്നും ഒന്നും അറിയില്ല. ആ ജെനിക്ക് വെറുപ്പ് എന്തിനാന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. രണ്ട് കുടുംബത്തിൽ എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കണം തുടക്കം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതും കൂടിയും കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇഷ്യൂസൊക്കെ തീരും. പിന്നെ ആ ജെനിനൊന്ന് ജയിലിലിട്ടാൽ മതി. അതിനുള്ള പ്ലാനൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് തയ്യാറാക്കണം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അത് ശരിയാവില്ല. നമ്മൾ വല്ല തെളിവ് കൊണ്ടുപോയല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ നിന്റെ ഫാമിലിയും നിരഞ്ജന ഫാമിലിയും കൊണ്ടുവരണം. നിരഞ്ജനം കൊണ്ടുവരണം കേട്ടോ. അത് പിന്നെ ഗംഗ, നിരഞ്ജനയുടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടിപ്പോൾ നിരഞ്ജനേട്ടൻ ഇവിടെ ഇല്ല. സോറി ഗംഗ, എനിക്കറിയാം ഞാൻ വലിയ തെറ്റ് ചെയ്തതെന്ന്. എനിക്കൊന്നും അറിയാണ്ടാണ്. പിന്നെ എനിക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്കിൽ ഞാൻ വായിച്ചു നോക്കി. നിരഞ്ജനേട്ടൻ എനിക്ക് വേണ്ടി എഴുതിയതാണ്. ജെനിയും നിരഞ്ജനേട്ടൻ റിലേഷൻഷിപ്പിലായിരുന്നു.
പിന്നെ എൻ്റെ കുടുംബവും നിരജേട്ടൻ്റെ കുടുംബവും കൂടി നശിപ്പിച്ചതാണ് ആ റിലേഷൻഷിപ്പ്. അത് എന്തിനാണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. അതും കൂടി കണ്ടുപിടിക്കണം ഗംഗ. പിന്നെ എൻ്റെ ലക്ഷ്മി ചേച്ചിനെയും ഗൗരി ചേച്ചിനെ കൊന്നത് ആ ജനിയാന്ന് നമുക്ക് ഇനി കിട്ടിയില്ലേ? അത് കിട്ടി. ഇനി ആകെ വേണ്ടത് തെളിവുകളാണ്. അത് കഴിഞ്ഞാൽ ഇനി ഇഷ്യൂസൊക്കെ തീരും. പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. സ്വസ്ഥമായിട്ട്. ശരി, നിരഞ്ജനെ കൊണ്ടുണ്ടെങ്കിൽ നിരഞ്ജനെ കൊണ്ടുവേണ്ട. ഇപ്പോ അവരുടെ റിലേഷൻഷിപ്പിലായിരുന്നു. അത് വലിയ പ്രോബ്ലം ആയില്ലേ? നിന്റെ ചേച്ചിനെ കൊന്നത് അവളല്ലേ? പിന്നെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിശ്വസിക്കാം? ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാവും. ഇനി നിരഞ്ജൻ അന്ന് അവിടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത പിന്നെ അത് പ്രശ്നമില്ലേ? അതിന് ആ പോലീസ് സ്റ്റേഷൻ വേണമെന്നില്ലല്ലോ. എൻ്റെ അമ്മായിൻ്റെ മോൻ പോരെ? ആളൊരു പോലീസാണെന്ന് നിനക്കറിയുന്നല്ലേ? ഈ ഇഷ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കേസ് ഇടാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജെയിനിനെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇടാമല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധിയിൽ വേണം അവളെ തല്ലിക്കൊല്ലാൻ. അത് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കാം. നീ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തോ? സാർ, കൃത്തിക സാർ എഴുതിയ ബുക്ക് വായിച്ചിട്ടുണ്ട്. കൃത്തികയ്ക്ക് അത് വായിച്ചിട്ട് ഒരു റിയാക്ഷനും ഇല്ല. പിന്നെ ഒരു ഗംഗ എന്നറിഞ്ഞിട്ടുള്ള പെണ്ണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാരാന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എനിക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയണ്ടായിരുന്നു സാർ. അത് നീയൊന്നും കാര്യാക്കണ്ട. നീ ആകെ ഞാൻ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്താൽ മതി. അവളുടെ റൂം ചുറ്റും ക്യാമറാസ് ഇല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് അവളെ എപ്പോഴും നോക്കാലോ, ഞാൻ അവളുടെ അടുത്തില്ലെങ്കിൽ അല്ലേ? എനിക്ക് ഇവിടെ തിരിച്ചു വന്നപ്പോൾ അറിയില്ല, വലിയൊരു സന്തോഷം. അല്ലാണ്ട് വേറെന്താ പറയണ്ട ഞാൻ. അവളറിയാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട്, ഞാനും അറിയേണ്ടതാണ്. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കൊണ്ടുവരണം പാസ്റ്റത്തെ. അത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. പെട്ടെന്ന് പോയിട്ട് കൊണ്ടുപോവാ. സാർ, ഞാൻ ഇൻഫർമേഷൻ കൊണ്ടുവരാം. ഈ സാറിനെന്താ വട്ടായ ഒരു ഇൻഫർമേഷൻ? എനിക്ക് കൃത്തികൻ്റെ റൂം ചുറ്റും എന്തിനാ ഈ ക്യാമറയൊക്കെ വെച്ചങ്ങനെ? ഈ സാറിന് വട്ട് പ്രേമം പൂത്തണെങ്കിൽ ഒരു മുക്ത് പറഞ്ഞോട്ടെ. പെണ്ണല്ല, പെണ്ണിൻ്റെ മുമ്പിൽ വിളിക്കാൻ നാണത്ര നാണം. അല്ലാണ്ട് എന്താ പറയണ്ടേ? ഒരു മാഫിയ ബോസല്ലേ. എന്നിട്ട് എക്സ്ക്യൂസ് മീ, നീ എന്താ ആലോചിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞത് നീ ചെയ്യുണ്ടോ അതോ നിന്നെ ഞാൻ കൊന്നു കളയണേ? ഓരോ സെക്കൻഡും എനിക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് പോയിട്ട് നീ എനിക്ക് ഇൻഫർമേഷൻ താ. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. പോ. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞാൽ അതിനൊരു മണിക്കൂർ പിടിക്കും. Sir, I have some information about Gauri, that she is your big sister, and Kritika knows it. I think Ganga, Ganga tells her everything. But one thing, that how did Gauri died and how did Lakshmi died, she doesn't know that. In the past, she does know how your sister, and Lakshmi and Lisha is her sister too. What the? You're saying that Gauri is my sister? നീ എന്താണ് പറഞ്ഞു വരുന്നത്? അവൾ ഒരിക്കലും എൻ്റെ ചേച്ചിയായി മാറി വരില്ല. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഓർമ്മയില്ല? എനിക്ക് മെമ്മറി ലോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവളെൻ്റെ കുഞ്ഞുനാൾ തൊട്ട് അവളെൻ്റെ കൂടെ കളിക്കുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ അവളെൻ്റെ ചേച്ചിന്ന് എനിക്ക് ഉടക്കുന്ന ഓർമ്മയില്ല. പിന്നെ അതെങ്ങനെ ശരിയാവും?
നീ വെറുതെ പറയാം. നിനക്ക് ചിലപ്പോൾ ഫേക്ക് ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. നോ സാർ, നോ, ഇറ്റ്സ് നോട്ട് എ ഫേക്ക് ഇൻഫർമേഷൻ. ഇത് ശരിക്കുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. സാർ നോക്കി നോക്കിയേ, ഇത് ശരിക്കും ഉള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഇത് ഫേക്ക് ഇൻഫർമേഷൻ ആണോ? അല്ല, ഇതൊരിക്കലും ആയിരിക്കില്ല, ഒരിക്കലും. സാർ, ഞാൻ പറഞ്ഞേക്കും, സാറിൻ്റെ സിസ്റ്ററാണിത്, ഗൗരി, സാറിൻ്റെ ചേച്ചി. ഗൗരി ഇപ്പോൾ ഈ ലോകത്തില്ല. അത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് കറക്റ്റാണ്, സാർ സംശയിക്കണ്ട. ഗൗരി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, ഈ ലോകത്തിൽ നിന്ന് പോയിരിക്കുന്നവൾ. ഓക്കെ ഫൈൻ, ഞാൻ വിശ്വസിച്ചു. നിനക്കിപ്പോൾ പോവാം. ഫക്ക്, ഈ ഇൻഫർമേഷൻ കാരണം ഇപ്പോൾ എൻ്റെ തല വേദനിക്കാം. കുറച്ചു നേരം കിടക്കാം, അതാ നല്ലത്. മോനെ, നിന്നോടാ പറഞ്ഞ് ഈ വീട്ടിൽ കയറരുതെന്ന്. ഇതൊരു മാഫിയ ബോസിൻ്റെ വീടാ. എൻ്റെ പൊന്നോ, ഈ കുട്ടികൾക്ക് പോലും മനസ്സിലാവില്ലേ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് മോനെ അറിയില്ലേ? വലുതായില്ലേ മോൻ? എന്നിട്ട് മനസ്സിലാക്ക് പ്ലീസ്. ഇങ്ങോട്ട് കയറരുത്. എത്ര പ്രാവശ്യം പറഞ്ഞ മോനോട് ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ കയറരുത്. മോനെ, നിന്നോടാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കയറരുതെന്ന്. ചേച്ചി പ്ലീസ് പ്ലീസ് എന്നെ അകത്തേക്ക് കയറ്റ്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ആ മാഫിയ ബോസിനെ കാണണം. പ്ലീസ് ചേച്ചി, എനിക്ക് കാണണം. പ്ലീസ്, ഞാൻ ചേച്ചിൻ്റെ കാല് പിടിച്ച് പറയാം പ്ലീസ്. മോനെ, പറയണ മനസ്സിലാക്കുന്നൊരു മാഫിയ ബോസിൻ്റെ വീടാ. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും അറിഞ്ഞ് എന്നെ ചിലപ്പോൾ കൊന്നും കളയും. പ്ലീസ്, ഞാൻ പറഞ്ഞ് കേൾക്ക്. അശ്യോ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിനക്ക് അറിയാനാണ്. ഒന്ന് പറയണ കേൾക്ക്. നീ നിരഞ്ജൻ ബോസ് എന്ന് കേട്ടിട്ടില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ബോസാണ്. പറഞ്ഞ് കേൾക്ക് മോനെ. നീ ഈ വീട്ടിൽ നിന്നൊന്ന് പോവോ? അയ്യോ, എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ലല്ലോ ഈശ്വര. ഒന്ന് പോവോ പ്ലീസ്? ഓ, കുറേ നേരം ഇവിടെ തുടങ്ങിയിട്ട്. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് പ്ലീസ് ഒന്ന് കുറച്ച് നേരം ശബ്ദം എടുക്കാണ്ടിരിക്കോ? കുറേ നേരമായി അവിടെ വരെ കേൾക്കുന്നുണ്ടല്ലോ. മഞ്ജുമാർക്കൊന്ന് ഉറങ്ങാൻ നേരം തരുമോ? അതില്ല. ആ, ഇവനാരാ? ഇതെൻ്റെ മുഖച്ചായ ഉണ്ടല്ലോ. പിന്നെ ഗൗരീൻ്റെയും കൂടിയും. നീ ആരാണ്?